ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കാനിടുന്നുണ്ട്. അപ്പോൾ രാവിലെ തുണികൾ അലക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി തീർന്ന മാതിരിയാണ്. അപ്പോൾ അതിന് ശേഷം മിഴീനെ കുളിപ്പിക്കാൻ വേണ്ടി തലയിൽ എണ്ണ തേക്കുകയാണ്. ഇവളെ തലയിൽ എണ്ണ തേപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. കാരണം അവളിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക, അവൾക്കതൊരു രസമാണ്. അപ്പോൾ അവളെയൊക്കെ പിടിച്ച് ഇരുത്തി തലയിൽ എണ്ണ വെച്ചു. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഞങ്ങൾ നട്ടപ്പൊരി വെയിലാണ്. അപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് മാവിൻ്റെ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നല്ല കാറ്റുണ്ട്, പക്ഷെ ഭയങ്കര വെയിലാണ്. അപ്പോൾ മോൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ചതിന് ശേഷം പ്രമോട്ടം കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാത്രത്തിലെടുത്ത് നിരത്തി വെക്കുകയാണ്. ഉള്ളി, കിഴങ്ങ്, കോളിഫ്ലവർ, അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോളിഫ്ലവർ കണ്ടപ്പോൾ അപ്പോൾ അത് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രമോട്ടം പറഞ്ഞു, ഞാൻ എന്നായിരിക്കും കഷ്ണങ്ങളൊക്കെ നുറുക്കി തരാം. ഞങ്ങളുടെ വീട്ടിൽ നുറുക്കണ ഒരു എക്സ്പേർട്ടാണ് പ്രമോട്ടൻ. പിന്നെ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ, നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാവുമോ. നമ്മൾ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പ് ഉണ്ടാകും. നമുക്കൊരു ഭയങ്കര റിലാക്സേഷനാണ്, ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നാൽ ശരി, ഞാൻ കറി വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ നാരങ്ങ സോഡ കലക്കുകയാണ് കേട്ടോ. നാരങ്ങ സോഡ, നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് സോഡ ഒഴിക്കണം, അത്രയും. ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നാരങ്ങ സോഡയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്, നമുക്ക് ജനലോ വാതിലൊന്നും തുറന്നിടാനും പറ്റില്ല. ഇപ്പോൾ ഭയങ്കര ഈ പാമ്പിൻ്റെ പ്രശ്നങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജനലും വാതിലും തുറന്നിടാനും പറ്റില്ല. നമുക്കാണെങ്കിൽ എത്ര ഫാൻ ഇട്ടാലും തോന്നുന്നു നമുക്ക് ഉഷ്ണം തീരുന്നില്ല. രാവിലെ തൊട്ട് ഈ വെള്ളം കുടിക്കൽ തന്നെ. അപ്പോൾ ഫുഡും നമുക്ക് കാര്യമായിട്ട് വേണ്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏട്ടങ്ങനെ അത് നുറുക്കി തരുന്നുണ്ട്. അപ്പോൾ അത് നുറുക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് കഷ്ണങ്ങൾ കാര്യങ്ങളൊക്കെ നുറുക്കാൻ വയ്ക്കുമെങ്കിൽ കോളിഫ്ലവർ ഞങ്ങൾ എപ്പോഴെങ്കിലും മേടിക്കാറുള്ളൂ, അതങ്ങനെ നുറുക്കാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്നോട് പറയേണ്ടത് എനിക്ക് അറിയൊന്നുമില്ല നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അത് അരിഞ്ഞെടുത്തു കേട്ടോ. അരിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് നന്നായി കുനുകുനെ അരിയുണ്ട്. അതിനുശേഷം ഞാൻ പോയിട്ട് പിന്നെ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണ്, വലിയ ഉള്ളി നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കോളിഫ്ലവറും ഈ വഴറ്റി ഉണ്ടാക്കിയ മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല മസാലക്കറി ആവും കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് മീനും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ.